Good morning, everyone. Have a nice day to all. Prayer. Dear God, thank you for this new day. Guide me to do what is right. Give me strength to face challenge and fill my heart with peace and kindness. Thank you. I would like to welcome Reshma for signing. Good morning, all. I am Reshma here. Today, my role is to sign in class. Once again, a warm good morning, all. A good education can change anyone. A good teacher can change everything. And I warmly welcome Jishamas for today's class. A teacher's job is to take a bunch of live wires and see that they are well grounded. Next, I lovely welcome all my colleagues for today's class. Make this day a opportunity to get new information and make this class beautiful by all our presence. Once again, I welcome all of you for today's class. Thank you. Today's thought. Education is the manifestation of perfections already in man. മനുഷ്യനിൽ അന്തർലീനമായ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നതാണ് വിദ്യാഭ്യാസം. സ്വാമി വിവേകാനന്ദൻ. താങ്ക് യു.
Good morning. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning. Prayer എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു മാം, കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു? ലാസ്റ്റ് ക്ലാസ് എവിടെയായിരുന്നു? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അതുവരെ മാം പറഞ്ഞത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഓക്കെ ഓക്കെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ? യെസ് മാം. അതിനു മുമ്പ് നമ്മള് സൈക്കോ അനാലിസ്റ്റുകളുടെ എല്ലാം ഒബ്സർവേഷൻ കഴിഞ്ഞില്ലേ 5 പേരുടെയും? യെസ് മാം, അതൊക്കെ കഴിഞ്ഞു. സോ ഇനി അത് കൂടി ബാക്കിയുള്ളൂ അല്ലെ? സോ ഞാൻ ഷെയർ ചെയ്യണോ അതോ നിങ്ങളുടെ കയ്യിലെല്ലാം ടെക്സ്റ്റ് ഉണ്ടോ? PDF ഷെയർ ചെയ്യണോ? ടെക്സ്റ്റ് ഉണ്ട് മാം. ടെക്സ്റ്റ് ഉണ്ട് മാം. എല്ലാവരുടെയും ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. കാരണം എനിക്ക് കുറച്ച് പേരുടെ പേരെങ്കിലും കാണാൻ പറ്റും. ഷെയർ ചെയ്യുമ്പോൾ സ്ക്രീൻ എന്ന് ചെറുതായി. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ ബാക്കി എല്ലാ ഡെവലപ്മെന്റിലും അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു അല്ലെ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിപരമായ മാറ്റങ്ങൾ അല്ലെ? അപ്പൊ അതിലുണ്ടാകുന്ന എന്ത് ചേഞ്ചസും ബാക്കിയുള്ള എല്ലാ ഡെവലപ്മെന്റ് ഏരിയയിലും ചേഞ്ചസ് ഉണ്ടാകും. മൂവ്മെന്റിൽ ചേഞ്ചസ് ഉണ്ടാകും, അതുപോലെ തന്നെ സംസാരിക്കുന്നതിൽ ചേഞ്ചസ് ഉണ്ടാകും, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ, സോഷ്യലൈസ് ചെയ്യുന്നതിൽ ചേഞ്ചസ് ഉണ്ടാകും, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ചേഞ്ചസ് ഉണ്ടാകും എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ കുട്ടികളുടെ ചൈൽഡ് ഡെവലപ്മെന്റും പല സൈക്കോ അനാലിസ്റ്റുകളും ഒരു സ്റ്റെയർ കേസ് മോഡലുണ്ട്. ഇങ്ങനെയാണ് ഓരോരോ സ്റ്റേജും പോകുന്നതെന്ന് പറഞ്ഞു. ചിലർ ആ ചൈൽഡ്ഹുഡ് മാത്രം എടുത്ത് ഒബ്സർവേഷൻസ് പറഞ്ഞു. ചിലർ ഹോൾ ലൈഫ് സ്പാൻ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആയുസ് മുഴുവൻ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് ആ രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പലരുടെയും ഒബ്സർവേഷൻസ് കണ്ടു. ഡോക്ടർ മറിയ മോണ്ടിസോറിക്ക് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്യാനായിട്ട് ഈ പല സൈക്കോ അനാലിസ്റ്റുകളുടെയും ഒബ്സർവേഷൻസ് ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു നല്ല രീതിയിൽ തന്നെ ആ മെത്തേഡ് ഡിസൈൻ ചെയ്തു. അതുകൊണ്ടാണല്ലോ 100 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു മെത്തേഡ് ഇപ്പോഴും പോപ്പുലർ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അത് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? ആ ഒരു പാരഗ്രാഫ് മാം ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു, പോയിന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. സോ നമുക്ക് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ് കോഗ്നിറ്റീവ് എബിലിറ്റിയിൽ ഈ ഒരു പീരീഡിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു 5 പോയിന്റ്സ് കുട്ടികളുടെ നമുക്ക് ഒബ്സർവേഷൻ നമ്മൾ കുട്ടികളെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ 5 പോയിന്റ്സ് വരെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ പ്ലീസ്? Okay, ma'am. The major development changes of cognitive ability during this period are: during the basic school period, the child's ability to consume information and accumulate ideas increase and his memory becomes more efficient. Second point, his capacity to generalize as well as ability for logical thinking increases. Third, the child becomes more efficient in selecting, developing, and applying cognitive operations in relation to material objects. At this age, the child tends to live in a world of make-believe of which he himself is the creator. Children become increasingly concerned with the cause and effective relationship in physical and natural phenomena in the environment. നമ്മൾ പിയാഷെയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞപ്പോ 4 ഡെവലപ്മെന്റ് സ്റ്റേജസ് ആയിട്ട് പിയാഷെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പൊ അതിൽ കുട്ടികൾ ക്രിയേറ്റീവ് ആയിട്ട് ആക്ടിവിറ്റീസ്, കൺസ്ട്രക്റ്റീവ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ആ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ. അവർക്കപ്പോ കോൺക്രീറ്റ് ഐഡിയാസ് ആണ് മനസ്സിലാകുന്നത്, എന്നാലും ചെറിയ രീതിയിൽ ലോജിക്കൽ തിങ്കിങ് ഒക്കെ അവരിൽ സ്റ്റാർട്ട് ചെയ്യും. ചെറുതായിട്ട് അവർ ലോജിക്കലി തിങ്ക് ചെയ്യും, പക്ഷെ എന്നാലും
കൂടുതൽ അബ്സ്ട്രാക്ട് ടേംസ്, കാരണം നമ്മൾ ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിൽ അസ്യൂം ചെയ്ത് ഒന്നും അനലൈസ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റിയിലേക്കൊന്നും അവർ എത്തിയിട്ടില്ല. എന്നാലും സീറോ എന്നുള്ള കൺസെപ്റ്റ്, നത്തിങ് എന്നുള്ള കൺസെപ്റ്റ്, സീറോ ഒരു നമ്പറിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടും, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ചില ലോജിക്കൽ റീസണിങ് ഒക്കെ അവർക്ക് പറ്റും. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവര് ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെയും ലോജിക്കൽ റീസണിങ്ങിന്റെ എല്ലാം ഡെവലപ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരിൽ നടക്കും. അപ്പോഴാണ് അവർക്ക് പിന്നീട് ലേറ്റർ അബ്സ്ട്രാക്ട് ഐഡിയാസ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നത്. കുട്ടികൾക്ക് ഒബ്സർവേഷൻസിന്റെ പവർ ഉണ്ടാവും, പിന്നെ അവർ നല്ലപോലെ ശ്രദ്ധിക്കും, റീസണിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ് എല്ലാം ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. പിന്നെ അവർക്ക് ഫോക്കസിങ് കിട്ടും. മറ്റേത് ആദ്യമൊക്കെ അവർ ഒരു കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് സിലബസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ശരിക്കും ഈ ഒരു കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ സിസ്റ്റം നന്നായിട്ട് തന്നെ പോകും. കുട്ടികൾക്ക് അതിന്റെ റിസൾട്ടും കിട്ടും, നല്ലൊരു ഔട്ട്കം ആയിരിക്കും. പലപ്പോഴും ആ ഡിസൈനിങ്ങിൽ ചില പോരായ്മകളാണ് ഈ റിസൾട്ടിലൊക്കെ. ഒന്നും അറിയാത്ത രീതിയിലുള്ള കുഞ്ഞുങ്ങൾ, അതായത് ലാംഗ്വേജും ഉണ്ടാവില്ല, കാര്യങ്ങൾ പെട്ടെന്ന് അനലൈസ് ചെയ്യാനും പറ്റില്ല, സ്ലോ ലേണിംഗ് എന്നുള്ള രീതിയിലേക്ക് കുറെ പേര് അങ്ങ് പോവുകയും ചെയ്യും. ആ രീതിയിലേക്ക് ആയി മാറുന്നത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും, അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോഗ്നിറ്റീവ് എബിലിറ്റി, ഈ ഒരു പീരീഡില് കോഗ്നിറ്റീവ് എബിലിറ്റിയിൽ ഉണ്ടാകുന്ന മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസ് ആണ് നമ്മുടെ പോയിന്റ് ആയിട്ട് പറയുന്നത്. കുട്ടികള് അവരുടെ ചുറ്റും കാണുന്ന സറൗണ്ടിങ്സ്, അവർ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന ഇൻഫർമേഷൻസ് അത് അവർ കൺസ്യൂം ചെയ്യും, അവരത് എടുക്കും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും. അവരുടെ മനസ്സിൽ പല പല ഐഡിയാസും, അവരുടെ മെമ്മറി കുറച്ചുകൂടെ ഷാർപ്പ് ആകും ഈ ഒരു സമയത്ത്. പല പല ഐഡിയാസ് വരും. അതായത് ഇപ്പൊ ടാപ്പ് നമ്മൾ ഇങ്ങനെ തുറക്കുന്ന ടാപ്പ് ആണെങ്കിൽ എത്ര തുറക്കുമ്പോഴാണ് മാക്സിമം ഫോഴ്സിൽ വെള്ളം വരുന്നത്, ശരിയായ നോർമൽ മോഡറേറ്റ് ലെവലിൽ എങ്ങനെ വരും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒബ്സർവേഷൻസിലൂടെ അവര് പല കാര്യങ്ങളും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അവരുടെ മെമ്മറി നല്ല ഷാർപ്പും ആയിരിക്കും. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ലോജിക്കൽ തിങ്കിങ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു കപ്പാസിറ്റി, എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാനും നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവും ആ ഒരു ലോജിക്കൽ തിങ്കിങ്ങും എല്ലാം ഇൻക്രീസ് ചെയ്യും. കുട്ടികള് പല കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനും പലതും അപ്ലൈ ചെയ്യും. ഇതെല്ലാം ഇവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അവര് കൈകാര്യം ചെയ്യുന്ന പല ഒബ്ജക്ട്സും അതിനെ നല്ല രീതിയിൽ ജനറലൈസ് നല്ല രീതിയിൽ മനസ്സിലാക്കാനും, പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് അവരുടെ ഇൻട്രസ്റ്റ് അതെല്ലാം നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആകുന്നു. അത് മനസ്സിലാക്കിയ കാര്യങ്ങൾ പലതിലേക്കും അപ്ലൈ ചെയ്യാനും എല്ലാം അവര് പഠിക്കുന്നു. പിന്നെ അവൻ ജീവിക്കുന്ന ആ ഒരു വേൾഡിന്റെ ക്രിയേറ്റർ, മാസ്റ്റർ ആയിട്ട് അവൻ മാറുന്നു. കാരണം അവന് പല കാര്യങ്ങളിലും അവൻ ചെയ്യുന്നതും അവന്റെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളുടെ കൺട്രോള് അവന് കിട്ടുന്നു. സോ ഹി ബിക്കം ദ മാസ്റ്റർ. അവൻ ഇൻഡിപെൻഡന്റ് ആകും. പിന്നെ പല ചുറ്റുപാടും കാണുന്ന പല കാര്യങ്ങളുടെയും കാരണങ്ങളും അതിന്റെ റിസൾട്ടും, കോസ് ആൻഡ് എഫക്ട്, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കും. അവർക്ക് എവിഡൻസ് വേണം. ചുമ്മാ പറയുന്നത് അങ്ങനെ അവര് ഡൈജസ്റ്റ് ചെയ്യില്ല. അവർക്ക് എല്ലാ കാര്യവും എന്തുകൊണ്ട്, അതായത് WH ക്വസ്റ്റ്യൻസ് അവര് കൂടുതലായി ചോദിക്കും. ക്യൂരിയസ് മൈൻഡ് ആണ്. അപ്പൊ അത് കൂടുതലായി ചോദിച്ച് കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇൻഡിപെൻഡന്റ് ആകാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ? There is a natural tendency in every child to become independent. The child wants to explore the movement and gain control over his or her muscles and develop better coordination. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind in developing motor skills. Children generally start speaking words like ba, pa, ma around 6 months, and gradually their vocabulary increases. Talking to them and encouraging them to talk on stage is very important for their language development. Early stimulation helps them to practice mastering the language.
There are many children who do not get the right kind of environment during childhood days. There is no one to boot them and any faculty and any facility. Even if they have all the potential, the environment conditions prevailing at home tend to curtail their growth and development. സോ ഇൻഡിപെൻഡന്റ് ആകാനുള്ള ഒരു നാച്ചുറൽ ടെൻഡൻസി എല്ലാ കുട്ടികളിലും ഉണ്ട്, ഈവൻ നമ്മളിലും ഉണ്ടല്ലേ. നമ്മൾക്കും പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം. സോ അത് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ടെൻഡൻസിയാണ്, ബിക്കം ഇൻഡിപെൻഡന്റ്. പ്രിവാലന്റ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. കാരണം ആ ടെൻഡൻസീസ് ആണ് ആളുകളെ ഡെവലപ്മെന്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹ്യൂമൻ ടെൻഡൻസീസ് ഒരു ചാപ്റ്റർ ഉണ്ട്, ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു ടെൻഡൻസിയാണ് ഇൻഡിപെൻഡന്റ്. ടെൻഡൻസീസ് നമ്മളെ ഡെവലപ്മെന്റിലേക്ക് നയിക്കും. കുട്ടി കൂടുതൽ എന്ത് മൂവ്മെന്റ് ആണെങ്കിലും എന്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. തന്നെത്താനെ കുട്ടികൾ പലതും ചെയ്യുന്ന നമുക്ക് കാണാം. ഡ്രസ്സ് ഇടുന്നതും ഊരുന്നതും, ഷൂ ഇടുന്നതും ഊരുന്നതും, ഭക്ഷണം കഴിക്കുന്നതും, തന്നെ വെള്ളം എടുത്തുകൊണ്ട് കുടിക്കുന്നതും, പ്ലേറ്റ് കഴുകുന്നതും, അങ്ങനെ കുറെ എന്തെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വന്നിട്ട് അത് കട്ട് ചെയ്യാൻ നോക്കുന്നത്, അങ്ങനെ ക്ലോത്ത് ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനെ പലതും അവർ ചെയ്യാനായിട്ട് അവരുടെ ടെൻഡൻസി കാണിക്കും. സോ അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ് വേണ്ടത്. സോ അവര് കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയി മാറും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അവരുടെ സെൽഫ് കോൺഫിഡന്റ് വളരെ കുറയും. അവരെപ്പോഴും ലാഗ് ആവും പല ഡെവലപ്മെന്റിലും. പ്രത്യേകിച്ചും അവരുടെ ഹാൻഡ് എന്ന് പറയുന്നതാണ് അവരുടെ ഇൻസ്ട്രുമെന്റ്. ആ കൈ ഉപയോഗിച്ചുള്ള ആക്ടിവിറ്റീസ് കുറയുമ്പോൾ അവരുടെ മോട്ടോർ സ്കിൽസ് കുറയും. ഇത്രയും കയ്യിലെ ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫൈൻ മോട്ടോർ സ്കിൽസ്, അതാണ് അവരെ എഴുതാനും വരയ്ക്കാനും കൈകൊണ്ടുള്ള മറ്റ് ആക്ടിവിറ്റീസിനെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്ട്രോങ് ആവണം. അവർക്കൊരു എന്തെങ്കിലും കയ്യിൽ പിടിച്ചാൽ, ഒരു പ്ലേറ്റ് കയ്യിൽ പിടിച്ചാൽ അത് അവർക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റണം. ഒരു ഗ്ലാസ്, ഒരു ബോട്ടിൽ, എല്ലാം അവർക്കത് പറ്റണം. അപ്പൊ അതിന് അവരുടെ ഈ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുത്തില്ലെങ്കിൽ, അതിനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് ലാഗ് ചെയ്യാൻ തുടങ്ങും. അതാണ് 4 വയസ്സുകാരൻ ഒരു പക്ഷേ ഒരു 2.5 വയസ്സ് 3 വയസ്സുകാരന്റെ രീതിയിലുള്ള മൂവ്മെന്റ്സ് കാണിക്കാൻ കാരണം അതാണ്. കാരണം അവൻ ലാഗായി, അവൻ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതെ വന്നു. അപ്പൊ 4 വയസ്സിൽ ചെയ്യേണ്ട, ഓടേണ്ടത്, ചാടേണ്ടത്, സ്റ്റെപ്പ് കയറേണ്ടതൊന്നും അവനായിട്ടില്ല. അവൻ പുറകിൽ നിൽക്കുക. അത് മുന്നിലേക്ക് വരണമെങ്കിൽ പിന്നെയും സ്ട്രഗിൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അത് മൂവ്മെന്റ് മാത്രമല്ല, സംസാരിക്കുന്നത്, നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ്, അവരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ ലാംഗ്വേജും ആ ഏരിയയും ലോ ആയി പോകും. 6 monthസിലൊക്കെ അവര് 2 letter വേർഡ്സ് ഒക്കെ പറയാനായിട്ട് തുടങ്ങും, എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത് ആരും മിണ്ടാതിരിക്കുവാണെങ്കിൽ ഈ നടക്കില്ല. ഞാനൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, എന്റെ പേര് ഞാൻ പോയി. അതില് ഒരു കുട്ടി, ഇതൊന്നും 5 or 6 years, ഒരു ബോയ് ആണ്. അവനെ കാണാതാവും, ആരും കാണാതാവും. അങ്ങനെ ഒരു 4 years കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ കണ്ടെത്തുവാണ്. ശരിക്കും സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടിയുടെ ഫാമിലിയുടെ അച്ഛന്റെ അമ്മയുടെയും ഒരു ഫ്രണ്ട്, ഒരു ലേഡിയാണ് ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഇതില് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ കുട്ടിയെ ഇങ്ങനെ എപ്പോഴും ഈ കുട്ടിയെയും ഈ ഫാമിലിയും ഇവർ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട്, ഒരു ബേസ്മെന്റിനകത്ത് അതിനെ താമസിപ്പിച്ചിരിക്കുക. അപ്പൊ അവിടെ ആ കുട്ടിക്ക് സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് മാസ്ക് ഒക്കെ വെച്ചിട്ടാ പോകുന്നത്. അപ്പൊ ഈ വ്യക്തി ആരാന്ന് ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ സംസാരം മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് സെൽഫ് ക്രിയേറ്റ് ചെയ്ത് വേറെന്തോ ലാംഗ്വേജിലാണ് ഈ കുട്ടിയോട് സംസാരിക്കുന്നത്. ആക്ഷൻസും ചില ജെസ്റ്റേഴ്സും മാത്രമാണ് ഈ കുട്ടിയോട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇത്രയും വർഷം ഈ കുട്ടി ആകെ കേൾക്കുന്നത് ആക്ഷൻസും ജെസ്റ്റേഴ്സും ആയിരുന്നു. 4 വയസ്സുകാരൻ അല്ലെങ്കിൽ 5 വയസ്സിൽ ആ കുട്ടി ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്ലേസിലാകുന്നു. ആ കുട്ടിയുടെ ലാംഗ്വേജ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകേണ്ട ടൈമായിരുന്നു. പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വന്നു വർഷങ്ങളോളം. അപ്പൊ തിരിച്ച് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോ ഇവന് ഭാഷയില്ല, ലാംഗ്വേജേ ഇല്ല. ഈ ജെസ്റ്റേഴ്സും ആക്ഷൻസും മാത്രമേ ഇവൻ കാണിക്കുന്നുള്ളൂ. ഉണ്ടോ? അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു എൻവയോൺമെന്റ് പ്രോപ്പർ ആയിട്ട് കിട്ടാതെ വന്നപ്പോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് അങ്ങനെ അറസ്റ്റഡ് ആയിപ്പോയി, താന്നുപോയി.
അതുകൊണ്ട് എല്ലാ ഏരിയയിലും ഡെവലപ്മെന്റ് പോസിബിൾ ആവണമെങ്കിൽ റൈറ്റ് കൈൻഡ് ഓഫ് എൻവിയോൺമെന്റും ഓപ്പർച്യൂണിറ്റീസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അവരെ നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ, നേരത്തെ തന്നെ ട്രിഗർ ചെയ്യുമ്പോൾ അവര് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. നല്ല റൈറ്റ് കൈൻഡ് ഓഫ് എൻവിയോൺമെന്റ് ചൈൽഡ്ഹുഡിൽ കിട്ടാതെ വരുമ്പോൾ അവിടെ പ്രോബ്ലംസ് ഒക്കെ വരും. പിന്നെ ആ ഒരു കുട്ടി ദർ ഈസ് നോ വൺ ടു ബൂട്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട്, അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനോ ഇല്ലാതെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഡെവലപ്മെന്റുകളെല്ലാം സ്റ്റണ്ട് ആകും. ഈവൻ ഇഫ് അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും, ശരിക്കും നിറയെ പൊട്ടൻഷ്യൽ ഉണ്ട് കുട്ടികളുടെ ഉള്ളിൽ, പക്ഷെ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. റൈറ്റ് കൈൻഡിലുള്ള ഒരു എൻവിയോൺമെന്റും ഫ്രീഡോ, അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീഡോ പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണല്ലോ അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഷേപ്പ് ആകും. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് അതിൽ ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ പ്രൊവൈഡിങ് ആൻഡ് നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവിയോൺമെന്റ് അറ്റ് ഹോം. അതിന്റെ താഴെ റോൾസ് ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. 1 by 1 ആയിട്ട് ഓരോരുത്തരെ വായിക്കുകയും ജയദേവ് സാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതൊന്ന് എന്തെങ്കിലും എമർജൻസി ആയിരിക്കും. അതിൽ ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, കൺസെപ്ഷൻ ഫോർമേഷൻ. ആ കൺസെപ്ഷൻ എന്നുള്ളതിന് പകരം കൺസെപ്റ്റ് എന്നാക്കുക. ION വേണ്ട. വായിക്കുമല്ലോ അല്ലെ? എന്നെ വെയിറ്റ് ചെയ്യണ്ട, കണ്ടിന്യൂ ചെയ്തു. ഓരോരോ പാരഗ്രാഫായിട്ട് ഓരോരുത്തർ വായിക്കുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എല്ലാം ഒരാൾ തന്നെ വായിക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. സബ്ഡ്യൂ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആ കോളം ചെയ്തിട്ട് എന്തെങ്കിലും എമർജൻസി ആയിരിക്കും. താങ്ക് യു. Areas of mental development. The following are the important area of mental development: concept formation, development of problem-solving skills, development of sensation and perception, development of memory, development of thinking and reasoning, development of imagination, language development. Providing a nurturing and stimulating environment at home by giving them the opportunity to explore and experiment, by talking them and woot them to talk, by allowing them to ask questions and arousing their curiosity, by indulging in dialogues and communicate with them. Role of parents and teachers: to provide a warm and nutrition environment, to listen to them and have a dialogue instead of instructing do's and don'ts, to be sensitive to their feelings, to set expectation and according to age and individual ability, to avoid showing favoritism amongst them, to avoid comparison with other children, to help them in attaining social and emotional maturity, to be delicate in behavior towards them. ബാലൻസ് വായിക്കണ്ടേ? വായിച്ചെടുക്കാൻ വരികയല്ലേ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞു മാം. എവിടെ വരെ റീഡ് ചെയ്തു? താങ്ക് യു സോ മച്ച്. എവിടെ വരെ Role of parents and teachers. അതുവരെ. സോ നമ്മള് പറഞ്ഞു ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ്. വായിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലായോ? നോ പ്രോബ്ലം. അതിൽ കൺസെപ്റ്റ് എന്നുള്ളത് കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. കൺസെപ്റ്റ്
ഫോർമേഷൻ, കൺസെപ്റ്റും കൺസെപ്ഷനും മീനിങ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേറെ ആയിട്ട് വരും. അതുകൊണ്ടാണ് കൺസെപ്റ്റ് ഫോർമേഷൻ. അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഫോം ചെയ്യില്ലേ, കൺസെപ്റ്റ് അല്ലെ. എന്റെ കൺസെപ്റ്റ് ഇതാണ് എന്നൊക്കെ ഓരോരുത്തർ പറയാറില്ലേ, അതാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില സ്പെസിഫിക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അവർക്ക് ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യും, ഒരു ഐഡിയ ഫോം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൂടും. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലാണ് അവർക്ക് ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കുട്ടി ജഗ്ഗീന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചപ്പോഴേക്കും കുറേ വെള്ളം അങ്ങ് പുറത്തേക്ക് തെറിച്ചു പോയി. കാരണം കുട്ടിക്ക് അറിയില്ല എത്രത്തോളം ഫോഴ്സ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അവൻ അവിടെ ആ ഒരു പ്രശ്നം മനസ്സിലായപ്പോ നെക്സ്റ്റ് ടൈം ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന രീതിയിൽ അവൻ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യും. അത് ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ തന്നെയാണ്. അത് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് ചില ആളുകൾക്ക് ഭയങ്കര പ്രോബ്ലം സോൾവിങ് സ്കില്ലാന്ന് നമ്മൾ പറയും അല്ലെ. കാരണം അവര് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുമ്പോൾ അവർക്ക് ഓപ്ഷൻസ് ഉണ്ടാകും. അവർ പ്ലാൻ എ പ്ലാൻ ബി എന്ന് വെക്കും. ഫസ്റ്റ് വൺ വർക്ക് ആയില്ലെങ്കിൽ സെക്കൻഡ് പ്ലാൻ എടുക്കുക എന്നുള്ള രീതിയിൽ. അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സ്കിൽ തന്നെയാണ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ സെൻസസ് യൂസ് ചെയ്ത് പല കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കഴിവ്. അതാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നത്, കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതൊക്കെ നമ്മുടെ സെൻസസുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ, ആ ഒരു സെൻസേഷൻ. ഇനി പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കാണുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും, ആ ഒരു പെർസെപ്ഷൻ. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് ആ ഒരു ഇമേജ് നമ്മൾ കാണുന്നു, ബ്രെയിനിലേക്ക് അതിന്റെ സിഗ്നൽസ് ചെയ്യുന്നു, ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ബോഡിയിലേക്ക് കൊടുക്കുന്നു. ആ ഒരു അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ അത് തന്നെയാണ്. നമ്മളിപ്പോ ദൂരെ ഒരു തിളങ്ങുന്ന വസ്തു കണ്ടു, അപ്പൊ നമ്മുടെ അവിടെ സെൻസേഷനും വർക്ക് ചെയ്യുന്നുണ്ട്, പെർസെപ്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വിഷ്വൽ, അതാണ് അതിന് എത്രത്തോളം ബ്രൈറ്റ്നെസ്. നമ്മൾ അത് ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ബ്രൈറ്റ്നെസ് മനസ്സിലാക്കുന്നു, വലിപ്പം മനസ്സിലാക്കുന്നു. അപ്പൊ ബ്രെയിൻ അത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. ബ്രെയിൻ ആ മനസ്സിലാക്കിയ കാര്യങ്ങളെ കറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് അതിന്റെ സെൻസസ് കൊടുക്കുന്നു. അപ്പൊ ചില ആളുകൾ കണ്ടിട്ടില്ലേ, അവർ കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സെൻസ് ചെയ്തതും അവർ പെർസീവ് ചെയ്തതും അവരുടെ പെർസെപ്ഷൻ രണ്ടും കൂടെ ചേർത്തിട്ട് അവർ പറയും അതിന് ഇത്ര വലുപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോൾ ബോഡി ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യും, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അതിന്റെ പ്രത്യേകതകളൊക്കെ എക്സ്പ്രസ് ചെയ്ത് പറയാനായിട്ട് പറയും. പണ്ടൊരു ആനയെ കാണാനായിട്ട് 4 പേര് പോയ കഥ പറഞ്ഞില്ലായിരുന്നു. ആ 4 പേർക്കും ഓരോ സെൻസ് കുറവായിരുന്നു അല്ലെ. അപ്പൊ ഓരോരുത്തരും അവരെ സെൻസ് ചെയ്തതും അവരുടെ പെർസെപ്ഷൻസും അതിനനുസരിച്ച് ബ്രെയിൻ അവർ സെൻസ് ചെയ്തതനുസരിച്ച് ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്ത് അവരിലേക്ക് കൊടുത്ത മെസ്സേജും വെച്ചിട്ടാണ് അവർ ആ ആനയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് തന്നെയാണ് കുട്ടികളിലും ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് സെൻസേഷനും പെർസെപ്ഷനും വരുന്നുണ്ട്. ഈ ഡെവലപ്മെന്റ് ഓഫ് മെമ്മറിയുടെ ഒരു ഡെവലപ്മെന്റ്, ഒരു ഓർമ്മ, ആ ഒരു മെമ്മറിയുടെ ഒരു ഡെവലപ്മെന്റ് വരും. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അവരുടെ മെമ്മറിയിൽ സ്റ്റോർഡ് ആയിരിക്കും. പിന്നെ തിങ്കിങ് ആൻഡ് റീസണിങ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. പിയാജെ അതിന്റെ ആളുടെ സ്റ്റേജസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെറോം ബ്രൂണറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ സൈക്കോ അനാലിസ്റ്റുകളും പറഞ്ഞിരുന്നു. ഓരോരോ സ്റ്റേജ് കഴിയുമ്പോൾ കുട്ടികളുടെ ലോജിക്കൽ തിങ്കിങ്ങും റീസണിങ്ങും എല്ലാം ഡെവലപ്പ് ആകും. പിന്നെ ഇമാജിനേഷൻ, കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, അത് അബ്സ്ട്രാക്ട് ഐഡിയാസ് കൂടുതൽ മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഈ ഇമാജിനേഷൻ പവർ കൂടും. അതില്ലാത്തൊരു കാര്യം മനസ്സിൽ സങ്കല്പിച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. പിന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഏതൊരു ഡെവലപ്മെന്റിലും അല്ലെങ്കിൽ ഏതൊരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ബോണസ് ആയി കിട്ടുന്ന ഒന്നാണ് ലാംഗ്വേജ്. കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരില്ല, ചിലപ്പോൾ സെൽഫ് ടോക്ക് തന്നെ നടക്കും. അതും ഒരു രീതിയിലുള്ള ലാംഗ്വേജ് ഡെവലപ്മെന്റ് തന്നെയാണ്. ആ ഒരു സെൽഫ് ടോക്ക്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചിലപ്പോൾ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തിനോടെങ്കിലും സംസാരിക്കും അല്ലെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ അല്ലെ. ഇനി അപ്പൊ ഇതെല്ലാം, ഈ ഒരു ഡെവലപ്മെന്റ് എല്ലാം നടക്കണമെങ്കിൽ കുട്ടികൾക്ക് എന്ത് വേണം? നല്ലൊരു എൻവിയോൺമെന്റ് വീട്ടിൽ, അവരാദ്യം വീട്ടിലാണല്ലോ വളരുന്നത്, നല്ലൊരു എൻവിയോൺമെന്റ് വീട്ടിൽ പ്രൊവൈഡ് ചെയ്യണം. നല്ല നർച്ചറിങ് ആയിട്ടുള്ള
പോഷണങ്ങളുള്ള ഒരു മീനിങ് വരുന്നത്. പിന്നെ അവരെ ട്രിഗർ ചെയ്യുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം. നർച്ചറിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവിയോൺമെന്റ് അറ്റ് ഹോം. ഓക്കെ, അപ്പൊ അവർക്ക് എക്സ്പ്ലോർ ചെയ്ത എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. ബൈ ഗിവിംഗ് ദം ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്. അതുപോലെ തന്നെ ബൈ ടോക്കിംഗ് ടു ദം ആൻഡ് ബൂസ്റ്റ് ദം ടു ടോക്ക്. അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചുമ്മാ നമ്മൾ മിണ്ടാതിരുന്ന കാര്യമില്ല, അവരോട് സംസാരിക്കണം, കഥകൾ പറയണം. കഥകൾ പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷനും ഒക്കെ അതിനനുസരിച്ച് വരണം. ആ കഥയിലൂടെ അവര് കുറെ കാര്യങ്ങൾ അവർ ഇമാജിൻ ചെയ്യും. അവരുടെ മനസ്സിൽ കുറെ കൺസെപ്റ്റുകൾ ആ കഥയിലൂടെ വരും. മോറൽ വാല്യൂസ് കിട്ടും. അതെല്ലാം ഇവരുടെ ബാക്കിയുള്ള പ്രവൃത്തികളിലൂടെ വരും. അവരിൽ നല്ല ലാംഗ്വേജ് ഫോം ചെയ്യും. പിന്നെ അവർ ക്യൂരിയസ് മൈൻഡ് ആണെന്ന് അറിയാം. സോ അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ എല്ലാ ഡൗട്ട്സും ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യണം. സോ അവരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അനുവദിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റൈറ്റ്സ് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, ടീച്ചർമാർക്കില്ല. ഈവൻ ടീച്ചർ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ടീച്ചർമാരെക്കാളും കൂടുതൽ അതിനുള്ള റൈറ്റ്സ് കുട്ടികൾക്കാണ്. പക്ഷെ പണ്ട് കാലം തുടങ്ങി അതങ്ങ് അടിച്ചമർത്തപ്പെടും. എല്ലാവർക്കും സംശയം ചോദിക്കാൻ പേടിയാണ് ആ ഒരു രീതിയിൽ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ല തോന്നുന്നു. അവരൊക്കെ ജെൻസി കുട്ടികളൊക്കെ അവരൊക്കെ ചോദിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതെല്ലാമാണ് ശരിക്കും അത് വീട്ടിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നീടാണ് ഒരു 3 years കഴിയുമ്പോഴാണല്ലോ ഇവര് സ്കൂൾ എന്നുള്ള ഒരു ഏരിയയിലേക്ക് പോകുന്നത്, ഒരു എൻവയോൺമെന്റിന്റെ മറ്റൊരു ഫേസിലേക്ക് പോകുന്നത്. ഈ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും റോൾസ് ഇപ്പൊ 3 years കഴിയുമ്പോൾ ടീച്ചേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നു. ഇപ്പൊ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും റോൾ എന്ന് പറയുമ്പോൾ നല്ല വാം ആൻഡ് നർച്ചറിങ് എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ലവ്, അഫെക്ഷൻ, കെയർ, ഇതെല്ലാം അവരുടെ റൈറ്റ്സ് ആണ്. ഇപ്പൊ കുട്ടികളോടൊക്കെ ആളുകൾ ഉപദ്രവം കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം അവരുടെ ഒന്നും അറിയാത്തൊരു പ്രായം, ഇത്ര നിഷ്കളങ്കരാണ്. അവരുടെ ഓരോരോ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും മറ്റ് ആളുകളുടെയും അവരുമായിട്ട് കണക്റ്റഡ് ആവുന്ന ആളുകളുടെയും ഇൻഫ്ലുവൻസ് എത്രത്തോളം വലുതാണ് ആ ഒരു കുട്ടിയെ വലിയൊരു ആളാക്കാൻ. അതായത് ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് വളരാനായിട്ട്, നല്ല രീതിയിലേക്ക് പ്രോഗ്രസീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വളരാൻ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ വേണ്ടതാണ്. പക്ഷെ ആളുകൾ എന്താണോ കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നത്, എന്തോ മാനസിക പ്രശ്നമില്ല, മാനസിക വൈകല്യങ്ങളുള്ളവരായിരിക്കും ഇങ്ങനെ പെരുമാറും. റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു കുഞ്ഞിന്റെ 1.5 വയസ്സുകാരന്റെ ന്യൂസ് ഭയങ്കര, എന്നും അത് ഓർക്കാതെ കിടക്കാൻ പറ്റില്ല. കുഞ്ഞിന്റെ ഒരു ഇത്, കുട്ടിയുടെ മുഖം എങ്ങനെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. കണ്ട് പിന്നെ അവരെ കേൾക്കണം. പിന്നെ അവരോട് അരുത്, ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക. അതിന് പകരം അവരെ കേൾക്കുക, അവരുടെ കാര്യം. പിന്നെ അവരുടെ ഫീലിങ്സിനോട് വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. കാരണം കുട്ടിയാണ് എന്ന് കരുതിയിട്ട് അതിനെ പുച്ഛിച്ചു തള്ളയല്ല വേണ്ടത്. കുട്ടിയാണെങ്കിലും അവനൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ അതിനനുസരിച്ച് അവനെ റെസ്പെക്ട് ചെയ്യണം. അവൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവൻ വളരെ പൊന്നുപോലെ കൊണ്ട് നടന്നൊരു പെൻസിലിന്റെ മുന ഒടിഞ്ഞു പോയത് അവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവൻ കരഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ വരും. അപ്പൊ കളിയാക്കി ചിരിക്കുകയല്ല വേണ്ടത്. അവന്റെ ആ ഫീലിങ്സ്, ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സെൻസിറ്റീവ് ആയിരിക്കണം അവന്റെ ഫീലിങ്സിൽ. കാരണം അവനെ സംബന്ധിച്ച് അതാണ് അവന്റെ ചിലപ്പോൾ ഏറ്റവും വലിയ വിഷമം ആ ഒരു സമയത്തെ. അതിനോട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. പിന്നെ അവരുടെ ഏജ്, ഇൻഡിവിജ്വൽ എബിലിറ്റി അനുസരിച്ച് ഉള്ള എക്സ്പെക്ടേഷൻസ് മാത്രമാണ് വെക്കേണ്ടത്. മറ്റേയാളെ കണ്ടുപിടിക്കുക, അവനെ പോലെ നിനക്ക് ആയാലെന്ത്, അങ്ങനെയല്ല. ഏജ്, അവരുടെ ഒരു പൊട്ടൻഷ്യൽ, അവരുടെ ഒരു എബിലിറ്റി, കഴിവുണ്ടല്ലോ, അതിനനുസരിച്ച് വേണം നമ്മൾ എക്സ്പെക്ടേഷൻസ് വെക്കാൻ. പിന്നെ കുട്ടികൾക്കിടയിൽ ഒരാളോട് പ്രത്യേക മമത, ഫേവറിറ്റിസം അത് ഒഴിവാക്കുക. കമ്പയർ ചെയ്യാതിരിക്കുക. പിന്നെ സോഷ്യൽ ഇമോഷണൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അത് അവരിൽ ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്യില്ല. അവർ സോഷ്യലൈസ് ചെയ്യുന്ന ഏരിയ, അങ്ങനെ പിന്നെ അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് അവർക്ക് ആ ഒരു ഇമോഷൻ റെഗുലേഷൻസും സോഷ്യൽ ഡെവലപ്മെന്റും വരുന്നത്. അപ്പൊ അതിനെ അവരെ ഹെൽപ്പ് ചെയ്യും. കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു കുട്ടിയെ പേടിപ്പിച്ച് വിട്ട് മിണ്ടാതിരിക്കുക, ശബ്ദം പുറത്തു വരുമ്പോൾ അങ്ങനെ പറഞ്ഞ് സപ്രസ് ചെയ്യിക്കരുത്. ലെറ്റ്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും
അവരോട് നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ വളരെ സോഫ്റ്റ് ആയിട്ട് ഡെലിക്കേറ്റ് ആയിട്ട് പെരുമാറും. ഓക്കെ, കുട്ടികളുടെ മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ചൈൽഡ്. ജസ്റ്റ് ആ ഒരു ഏജ് വൈസ് അവരിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നെക്സ്റ്റ് കാണിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ തന്നെ കാണിക്കുന്നു, പക്ഷെ എന്നാലും റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് മാറ്റമുണ്ട്. ചില കുട്ടികൾ ചിലപ്പോൾ 8ാം മാസത്തിൽ നടക്കും, ചില കുട്ടികൾ 1 വയസ്സാകുമ്പോഴായിരിക്കും നടക്കുന്നത്. അല്ലെ, എന്റെ മോൻ 8th മന്ത് ആയപ്പോ നടന്നു, അതിന് ശേഷമാണ് അവൻ ഇരുന്നത്. എല്ലാരും പറയും 4ാം മാസത്തിൽ ഇരിക്കുന്നത്, പക്ഷെ അവൻ ഇരുന്നിട്ടേ ഇല്ല. നടന്നതിന് ശേഷമാണ് അവൻ ഇരിക്കുന്നത്. മോള് 11th മന്ത് ആയപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്, അതും ബാലൻസ് വളരെ കുറവായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികളുടെയും ആ ഒരു റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് ഒരേ രീതിയിൽ ആവണമെന്നില്ല, എന്നാലും ആ ഒരു സെയിം പാറ്റേൺ സെയിം സീരീസ് ഒക്കെ നടക്കും. ഈ ഒരു സക്സസീവ് പാറ്റേൺ അതിന്റെ മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ 6 month, 1 year, അതുപോലെ തന്നെ 3 year, 4 years, ഇത്രയും ഏജിലുള്ള കുട്ടികളുടെ കാര്യമാണ് 23 കോമൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 6 month കുട്ടിയുടെ മാത്രം ഒരാൾ വായിക്കുക, 1 year കുട്ടിയുടെ മാത്രം ഒരാൾ വായിക്കുക. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ കണക്ട്. ദെൻ 3 year അടുത്ത ആള് 4 year. 3 yearന്റെ കാര്യമായിട്ടില്ല, ഒരു സെന്റൻസ് പറ്റുള്ളൂ. അപ്പൊ 3 ഉം 4 ഉം ഒരാൾ തന്നെ റീഡ് ചെയ്യാം. ഓക്കെ, 6 month ആരാ റീഡ് ചെയ്യാൻ? ഞാൻ read it again. I'm 6 months old. I can sit. I love to look at interesting mobile phones or cradle. I try to grasp things in my hands. I love to hold and shake, rattle. I express myself. I love to imitate repetitive sounds like ba, ba, by crying, papa, dada, and cooing. I smile seeing my mother. I love to play peek-a-boo, hide and seek. I began to search for the objects as they move out of sight. I love to play the game hide and seek. എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? 6 മാസം പ്രായമുള്ള കുട്ടി, ചിലപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഏജിലെ കാര്യം ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ. നമ്മുടെ ചുറ്റുപാട് കുട്ടികൾ എവിടെയെങ്കിലും ഒക്കെ കാണുള്ളൂ. ഇരിക്കാൻ പറ്റും അല്ലെ, 4 മാസത്തിൽ ഇരിക്കുന്നു പറയുന്നത് 6 മാസത്തിൽ ഇരിക്കും. ഇപ്പൊ എന്റെ മോന്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേണിലുള്ള പോലെ. പിന്നെ അതിൽ ആ ഒരു മൊബൈൽ ഫോൺസ് അതൊക്കെ കട്ട് ചെയ്യാട്ടോ. കുട്ടികൾക്ക് മൊബൈൽ ഫോൺസ് കൊടുക്കുകയാണ്, പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾ അതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, തൊട്ടിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന വളരെ കളർഫുൾ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ കയ്യിൽ എന്തെങ്കിലും പിടിക്കാനായിട്ട് ശ്രമിക്കും. അവരുടെ ആ ഒരു കിലുക്കാൻ പെട്ടി ഉണ്ടല്ലോ, റാറ്റ്, ആ ഒരു ബേബി സ്റ്റോവ്, അത് ഹോൾഡ് ചെയ്യാനും ഷെയ്ക്ക് ചെയ്യാനും അവർക്ക് ഇഷ്ടമാണ്. പിന്നെ അവരെ തന്നെ അവർ എക്സ്പ്രസ് ചെയ്യും. അത് ഇമോഷൻസ്, കരയുന്നു, ചിരിക്കുന്നു, കൂകി വിളിക്കുന്നു, അങ്ങനെയുള്ള പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാകും. പിന്നെ സൗണ്ട്സിനെ അവർ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് ബാബ അങ്ങനത്തെ സൗണ്ട്സ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യും. അവർ കരയും, പാപ്പ, ഡാഡ അങ്ങനെയുള്ള ശബ്ദങ്ങളും ഒരു കൂയിങ് സൗണ്ട്, ഒരു സോഫ്റ്റ്ലി ലവിംഗ്ലി നമുക്ക് കേൾക്കാൻ രസമായിട്ട് തോന്നുന്ന രീതിയിലൊരു കൂയിങ് സൗണ്ടും അവരുണ്ടാകും. പിന്നെ അമ്മയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ, പീക്കബൂ, നമ്മൾ ഒളിച്ച് കണ്ടേ പറഞ്ഞ് കളിക്കുമല്ലോ കുട്ടികളുടെ അടുത്ത്, അത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല, ഭയങ്കര ചിരിയായിരിക്കും ആ സമയത്ത്. പിന്നെ അവരുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും ഒബ്ജക്ട്സ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോണ വഴി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അമ്മ ഇങ്ങനെ അങ്ങ് മാറി അടുക്കളയിലേക്കോ അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ നോട്ടം അങ്ങോട്ട് തന്നെയായിരിക്കും. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി 1 year ചൈൽഡിന്റെ പറയാമോ? I am 1 year old now. Yes. I can run. I love to jump, hop, and I run in an ample space. I can climb stairs with support. I love to play ball games. I can talk to Mama Gone. I love to play with the toys I can manipulate. I can drink milk, ask for food, and I love to help my mother in her daily chores. I can follow simple instructions of my age. I love to be with the other children. I can express my toilet needs. 1 year old റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓടും,
ചാടും. അതുപോലെ തന്നെ ഇങ്ങനെ തവള ചാടുന്ന രീതിയിൽ ആ രീതിയിൽ ബോഡി അങ്ങനെ ചാടും. പിന്നെ നല്ലപോലെ സ്പേസ് കണ്ടാൽ അവർ അവിടെ ഇങ്ങനെ വട്ടത്തിൽ ഓടാനായിട്ട് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂല. പിന്നെ സ്റ്റെയർസ് വിത്ത് സപ്പോർട്ട് പിടിച്ചും അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ പിടിച്ചിട്ട് സ്റ്റെയർസ് ഒക്കെ ക്ലൈംബ് ചെയ്യും. പിന്നെ ബോൾ ഗെയിംസ്, ബോൾ എറിഞ്ഞു കൊടുത്താൽ തിരിച്ചവരെ അതുപോലെ ഉരുട്ടി വിടുവോ അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഐ ക്യാൻ ടോക്ക് ടു മാമഗൺ. മാമഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ട്രിക്റ്റ് മദർ എന്നുള്ള രീതിയിൽ ഈ യൂറോപ്യൻ കൺട്രീസിലാണല്ലോ ഈ ഒരു മെത്തേഡ് വന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടാണ് ഇവർ ഈ പീക്കബൂവും മാമഗണും ഒക്കെ പറയുന്നത്. നമ്മൾ ഒളിച്ചേ കണ്ടേ പറയുന്ന പോലെയാണ് അവർക്ക് പീക്കബൂ. പിന്നെ ഒരു സ്ട്രിക്റ്റ് മദർ എന്നുള്ള മീനിങ് ആണ് ഈ മമ്മഗൺ എന്ന് പറയുന്നത്. ഒരു സ്റ്റോറിയിലെ ഒരു ക്യാരക്ടർ പോലെ അപ്പൊ അമ്മമാര് ആ ഒരു രീതിയിൽ കുട്ടികളോട് ആക്ട് ചെയ്ത് പറയുന്നതും അപ്പൊ ആ രീതിയിൽ സംസാരിക്കാനും അവർക്ക് അവരും അതുപോലെ തന്നെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് കളിക്കാനും പിന്നെ അത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടേതായ രീതിയിൽ കളികൾ കൊണ്ടുപോകാനൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ പാല് കുടിക്കും, വിശക്കുന്നതിന് അത് എക്സ്പ്രസ് ചെയ്യും, നല്ല രീതിയിൽ തന്നെ ഫുഡ് ചോദിക്കും. പിന്നെ അമ്മ ചെയ്യേണ്ട പുറകെ നടന്ന് അമ്മ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ ഹെൽപ്പ് ചെയ്യും. ക്ലോത്ത് ഫോൾഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ നോക്കും. ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് അതെല്ലാം അവര് ഫോളോ ചെയ്യും. അവിടെ പോയി ഇരുന്നോളൂ അല്ലെങ്കിൽ അത് പോയി എടുത്തോണ്ട് പോവാ എന്നൊക്കെ പറയുമ്പോഴേക്കും അതെല്ലാം അവര് ഫോളോ ചെയ്യും. മറ്റു കുട്ടികളുമായിട്ട് ഇരിക്കാനും ഇഷ്ടപ്പെടും. പിന്നെ ടോയ്ലറ്റ് നീഡ്സ്, ആ ടോയ്ലറ്റ് നീഡ്സ് എല്ലാം അവർ എക്സ്പ്രസ് ചെയ്യും. അവരുടേതായ ലാംഗ്വേജിൽ അവർ എക്സ്പ്രസ് ചെയ്യും. Now 3 years old, 4 years old കൂടെ ഒരുമിച്ച് വായിച്ചു. I am 3 years old. I can jump, hop, and run. I love to dance at the beat of music. I am 4 years old. I can ride a bicycle. I love to ride a tricycle. I can dress and undress, and I love to dress and undress myself. I can identify objects. I love to play with different materials like animals, fruits, vegetables, and explore the texture, size, and shape. I can speak in sentences and express my feelings and needs. I love to scribe and color using crayons. I can take care of my toilet. I love to play with children of my age. I love to listen to stories of animals. I love to recite rhymes. എത്ര വയസ്സുണ്ട്? 2 വയസ്സ് മോളാണ്. ഈ ഏകദേശമൊക്കെ റിലേറ്റഡ് ആണ്. അവള് തന്നെ അവളുടെ എക്സ്പ്രഷൻ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ അത് പറയും. അവളുടെ ആവശ്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയും. അതുപോലെ ഐഡന്റിഫൈ ചെയ്യും എന്തൊക്കെയാണ്. അതുപോലെ അടുക്കളയിൽ നമ്മളെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ വരും. ഇപ്പൊ ചപ്പാത്തിയൊക്കെ പരത്താണെങ്കിൽ അവള് പറയും ഒരു ബോൾ തരാൻ പറയും. ശ്രമിക്കും, നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാനൊക്കെ ശ്രമിക്കും. അതുപോലെ നമ്മൾ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഒരു ബുക്ക് വേണം, ഒരു ബുക്കും പെന്നും വേണം. ഇപ്പത്തേക്കും ഞാൻ ബുക്കും പെന്നും എടുത്തുന്നപ്പോ എനിക്കൊരു ബുക്ക് വേണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു ബുക്കും പെന്നെല്ലാം കൊടുത്ത് അവിടെ സെറ്റ് ആക്കിയിട്ട് വന്നതായിരുന്നു. വെരി ഗുഡ്. നമുക്ക് കറക്റ്റ് അത് കണക്ട് ചെയ്യാൻ പറ്റി, റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ. ഓക്കെ. 3 years old, 4 years old ഒക്കെ ആകുമ്പോൾ നമ്മൾ അവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും അല്ലെ, 3 വീലുള്ള സൈക്കിൾ. കാരണം അതിൽ അവർ ആദ്യം ബാലൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ബൈസൈക്കിളിലേക്ക് പിന്നെയാണ് പോകുന്നത്. പിന്നെ അവർ തന്നെ ഡ്രസ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനും ഷൂ ഇടാനും ഷൂ ഊരാനും അതൊക്കെ അവർക്ക് അറിയാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അത് ഇഷ്ടമാണ് കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ട്. പിന്നെ ഒബ്ജക്ട്സ് എല്ലാം ഐഡന്റിഫൈ ചെയ്യും, കളിക്കും. പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മള് ഈ കിച്ചൺ സെറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രായം ഇതാണ്. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ, അതിന്റെ ഓരോ മിനിയേച്ചർ വേർഷൻ ഒക്കെ. അപ്പൊ അതിന്റെ ടെക്സ്ചർ, സൈസ്, ഷേപ്പ് ഒക്കെ അവര് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. കളർ പറയാനായിട്ട് തുടങ്ങും. പിന്നെ അവരുടെ ബോഡി ഓർഗൻസ് തന്നെ തൊട്ടിട്ട് കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെ അവർ പറയാൻ തുടങ്ങും. പിന്നെ എക്സ്പ്രസ് ചെയ്യും അവരുടെ സെന്റൻസിൽ തന്നെ ഫീലിങ്സും നീഡ്സും. അതിനു മുമ്പ് അവർ ഒറ്റ വേർഡിലോ അല്ലെങ്കിൽ ഇങ്ങനെ ടെലിഗ്രാഫിക് സെന്റൻസ് ഉണ്ടല്ലോ, 2 വേർഡ് ചേർത്ത് സ്ട്രക്ചർ അല്ലാത്ത സെന്റൻസ് ആണെങ്കിൽ മീനിങ് മനസ്സിലാവുന്ന സെന്റൻസിൽ തന്നെ അവർ സംസാരിക്കും. ഇനി കുത്തി വരയ്ക്കാനും കളർ ചെയ്യാനും അങ്ങനെ ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ ടോയ്ലറ്റ് അതിന്റെ കൺട്രോൾ, ആ ഒരു ബ്ലാഡർ ആൻഡ് ബൗൾ കൺട്രോൾ അവർക്ക് കറക്റ്റ് കിട്ടും. അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ കഥകൾ കേൾക്കാൻ, പ്രത്യേകിച്ചും അനിമൽ ബേർഡ്സ് ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന കഥകൾ കേൾക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം. പിന്നെ റൈംസ് അവര് തന്നെ റിസൈറ്റ് ചെയ്യും. അതാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി റൈംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ലൈൻസ് ആകുമ്പോൾ പെട്ടെന്ന് അവരത് കേട്ട് അവരത് റിപ്പീറ്റ് ചെയ്ത് അവർ കേട്ട് കഴിയുമ്പോൾ അവരത് റിസൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് ഒരു മൈൽ സ്റ്റോൺസ്, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ പാർട്ട് 2-ലാണല്ലോ ഇത്. പാർട്ട് 2-ല് നിങ്ങൾക്ക് ഇനി എന്താ എടുക്കാനുള്ളത്?
നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് Psychology and educational psychology. മാത്രമാണോ ഇനി എടുക്കാനുള്ളത്? ഈ 2 ചാപ്റ്ററുകൾ മാം. 2 ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. ഓക്കെ ഓക്കെ ഫൈൻ. സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജി മോസ്റ്റ് പ്രോബബ്ലി അത് ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം തന്നെ കഴിഞ്ഞു. സൈക്കോളജി പാർട്ടിൽ ഇനി 2 കൂടി ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേം 1 എക്സാമിനേഷൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. എക്സാമിനേഷൻസ് എല്ലാം ഒരു എക്സാമേ ഉള്ളൂ. ടേം 1 എക്സാമിനേഷൻ എന്ന് പറയും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല മാം. ടേം 1 എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോഴാണ് ടേം 1 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസ് എന്ന് വരുന്നത്. ഇപ്പൊ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതില് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 1 മണിക്കൂറായിരിക്കും എക്സാമിന് തരുന്ന ടൈം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. അപ്പൊ 100 മാർക്കാണ് ടോട്ടൽ സ്കോർ. ഇതിലെ 40 ക്വസ്റ്റ്യൻ പാർട്ട് 1നും പാർട്ട് 2നും ആയിരിക്കും. ബാക്കി 10 ക്വസ്റ്റ്യൻ ഇതുവരെയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്താണോ എടുത്തത് അതിൽ നിന്നായിരിക്കും ബാക്കി 10 ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലിയർ ആയോ? പാർട്ട് 1 and 2 പ്ലസ് ഇംഗ്ലീഷ് എത്രത്തോളം എടുത്തോ ഇംഗ്ലീഷ് അതിൽ നിന്നായിരിക്കും ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് വരും. ഇനി ഇതെങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറയാം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടാറുണ്ടല്ലോ. മോക്ക് ടെസ്റ്റിന്റെ അതേ പാറ്റേൺ തന്നെയായിരിക്കും എക്സാമിനുള്ളത്. അതായത് ഓപ്ഷൻസ് MCQ അതേ പാറ്റേണിൽ തന്നെ വരും. ഇനി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അപ്പൊ തന്നെ സ്കോർ അറിയാൻ പറ്റും അല്ലെ? പക്ഷെ എക്സാമിന് അങ്ങനെ നമുക്ക് സ്കോർ അറിയാൻ പറ്റില്ല. അത് ചിലപ്പോൾ മേ ബി 2 days അല്ലെങ്കിൽ മാക്സിമം 1 വീക്കിനുള്ളിലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. പിന്നെ എക്സാം മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എടുത്തെഴുതാമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ പറ്റില്ല. എക്സാമിന് പറയുന്ന ഡേറ്റ് ആ ടൈമിൽ തന്നെ നമ്മൾ അത് അറ്റൻഡ് ചെയ്യണം. 1 hourനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക വേണം. അപ്പം ഒരു 10:30 തുടങ്ങി 11:00 വരെയാണ് എക്സാം വിചാരിച്ചു. ആ 10:30ക്കും 11:30ക്കും ഇടയിൽ തന്നെ കയറി അതിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എക്സാമിന് വിർച്വൽ ആയിട്ടൊരു എക്സാം ഹോൾ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഈ ക്ലാസ് റൂം പോലെ തന്നെ ഒരു ഗൂഗിൾ മീറ്റ് ആയിരിക്കും. ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം ആ ലിങ്ക് ആയിരിക്കും വരുന്നത്. അപ്പൊ അത് ഓൺ ചെയ്ത് ആ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. വീഡിയോ ഓൺ ചെയ്യണോ ഓഡിയോ ഓൺ ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ എക്സാമിന് കയറുമ്പോൾ വീഡിയോ കമ്പൽസറി ആയിട്ട് ഓൺ ആയിരിക്കണം, ഓഡിയോ ഓഫ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഓഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ പാടുള്ളൂ. ഇനി വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ജെനുവിൻ ആണ്, പക്ഷെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. അതായത് ചിലർ പറയാവുന്ന ഒരു കാര്യം, മിക്കവരും പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ചില ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവര് അവർക്ക് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അത് ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ബേബീസ് ഉള്ള അമ്മമാര് ചിലപ്പോൾ ബേബി മടിയിലുണ്ടാവും, ചിലപ്പോൾ അവരെ ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ കേസസ് വരുമ്പോൾ ഫീഡ് ചെയ്യുന്ന ടൈം ആണെങ്കിൽ ഞങ്ങളൊന്ന് ഓഫ് ചെയ്യൂട്ടോ എന്നവർ പറയും. പിന്നെ ചിലർക്ക് ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും, വീഡിയോ ഓൺ ചെയ്യുമ്പോഴേക്കും ക്ലിയർ ആവില്ല. അങ്ങനെ വരുന്നവര് വീഡിയോ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കട്ടായി പോവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജെനുവിൻ റീസൺ ആണെങ്കിൽ മാത്രം, പക്ഷെ അത് നമ്മളെ നേരത്തെ തന്നെ ഇൻഫോം ചെയ്യണം. കാരണം എക്സാം ഹോളിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്ററിന് അതിനുള്ള റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇന്ന കുട്ടികളുടെ വീഡിയോ ഓൺ ആവാത്തതിന് റീസൺ ഇതാണെന്ന് പറഞ്ഞു. ആ രീതിയിൽ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്തിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുള്ളൂ. അല്ലാതെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവരും പാലിക്കണം. അപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്ത് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ ഒരു എക്സാമിന്റെ ടൈം ഇപ്പോൾ 10:30 ആണെങ്കിൽ ഇവിടെ 10:25 ആകുമ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഇടും. ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഇടും. ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എക്സാമിന് ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ഒരു റോൾ നമ്പർ പ്രൊവൈഡ് ചെയ്യും എല്ലാ കുട്ടികൾക്കും. എക്സാമിന് കയറുമ്പോൾ നിങ്ങളുടെ പേര്, ആ റോൾ നമ്പർ, മെയിൽ ID, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് എൻട്രി ചെയ്യണം. എന്നിട്ട് 1 by 1 ആയിട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ധൃതി പിടിക്കുക, ഹറി ബറി ഒന്നും വേണ്ട. സ്ക്രോൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ആൻസർ ഓപ്ഷൻ ചിലപ്പോൾ മാറിപ്പോവാനൊക്കെ വരും. നമ്മൾ ധൃതി പിടിച്ചൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സ്ക്രോൾ ചെയ്യുക. ലാസ്റ്റ് സബ്മിറ്റ് ഉണ്ട്, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഓഡിയോ ഓൺ ചെയ്ത് ഇൻവിജിലേറ്ററോട് പറയണം, പേരും റോൾ നമ്പറും പറഞ്ഞിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറയണം. അപ്പൊ ഇൻവിജിലേറ്റർ ചെക്ക് ചെയ്യും അവിടെ റെസ്പോൺസ് എത്തിയിട്ടുണ്ടോ എന്നുള്ളത്.
അപ്പൊ സബ്മിറ്റ് ആയിട്ടുണ്ട്, ലീവ് ആയിക്കോളാൻ പറയുമ്പോൾ മാത്രം ലീവ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് സബ്മിറ്റ് ആയിന്ന്, പക്ഷെ ചിലപ്പോൾ അത് സബ്മിറ്റ് ആയിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് ശ്രദ്ധിക്കേണ്ടത്. ഇത് തന്നെയായിരിക്കും മെയിൻ എക്സാമിനും ടേം 2 എക്സാമിനേഷനും ഇതേ പാറ്റേൺ തന്നെയാണ്. പിന്നെ മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ സബ്ജക്ട് വൈസ് ആണ്. ടേം 1ഉം ടേം 2ഉം നമ്മുടെ ആ പോർഷൻസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് അത്രയും. ടേം 1ഉം ടേം 2ഉം നമുക്കൊരു മോഡൽ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഒരു എക്സാം. നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചും. ആ ടൈം 15-20 മിനിറ്റ്സ് കൊണ്ടൊക്കെ തന്നെ എക്സാം എല്ലാവരും കഴിയാറ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ടേം എക്സാമിനേഷൻസിനെ കുറിച്ചിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അതുമായിട്ട് റിലേറ്റഡ്? പുതിയൊരു ചാപ്റ്റർ ഏത് ഡേറ്റിനാ മിസ് ടേം എക്സാം വരുന്നത്? നമ്മുടെ പാർട്ട് 2 കഴിയണം. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പൊ നമ്മൾ 18ന്റെ ടേം എക്സാമിനേഷൻ ആണ്. ടേം 1 എക്സാമിനേഷൻ ഈ സാറ്റർഡേ ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ഈ മാസം അവസാനം ഡേറ്റ് തരും നേരത്തെ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടേക്കാം. വേറെ ഏതെങ്കിലും എടുത്ത പോർഷന്റെ മോക്ക് ടെസ്റ്റ് കിട്ടാനുണ്ടോ? മിസ്സേ, അപ്പാരറ്റസ് റെക്കോർഡില്ലേ, അതിന്റെ ഫോട്ടോസ് കിട്ടില്ല, പിക്ചർ ഒട്ടിക്കാനുള്ളത്. അത് തന്നിട്ടില്ല? ഒരു PDF വന്നിട്ടില്ലേ? ഇല്ല, കണ്ടില്ല കേട്ടാ. എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ മാം പറഞ്ഞു കഴിഞ്ഞു. പിക്ചർ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ല. അല്ലേ? പക്ഷെ എല്ലാ ബാച്ചുകളും കറന്റ് ബാച്ച് വരെയും അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കേണ്ട മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് കിട്ടിയോ? ആ കിട്ടി മാം, അത് കിട്ടി. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മാം, അതില് നമ്മൾക്ക് മുന്നേ പറഞ്ഞതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചെയ്യാത്തതുണ്ട്. അത് ഇപ്പോ ചെയ്തു വെക്കണോ അതോ പറയുന്നതിനനുസരിച്ചാണോ ചെയ്യേണ്ടത്? ഏതാണ്? ഇപ്പൊ വർക്കുകൾ അതില് പറയാത്ത കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്കിപ്പം ഇൻസ്ട്രക്ഷൻ തരാത്ത. അപ്പൊ അതും നമ്മൾ ചെയ്യണ്ടേ? ഓക്കെ, അത് ഏതാണെന്ന് ഇപ്പൊ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ജസ്റ്റ് നോക്കട്ടെ മാം. മാം, അപർണ മിസ് അത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വെച്ചിട്ട് പറയാറുണ്ട് ഇന്നത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ അത് ഓർഡർ ആയിട്ട് ചിലതായിട്ടാണ് ചെയ്തേക്കണത്. അതാണ് അതിൽ കുറച്ചും കൂടെ ചെയ്യാനുണ്ട്, അതാ ചോദിച്ചത്. ഓക്കെ, നോക്കി വെച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോടോ എന്നോടോ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക, നമുക്ക് എളുപ്പമായിരിക്കും, സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം സൈക്കോളജിയെ കുറിച്ച്. സൈക്കോളജിയുടെ ഫൗണ്ടർ ആരാണ്? ഫാദർ അല്ലെങ്കിൽ സൈക്കോ അനാലിസിന്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കണ്ടിരുന്നു. കാരണം സൈക്കോളജി പഠിക്കുന്ന ഏതൊരാളും തലതൊട്ടനായിട്ട് കാണുന്നത് ഈ സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഒത്തിരി ക്രിറ്റിസിസം ഉണ്ടെങ്കിലും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ആണ്. അദ്ദേഹം പലതും അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് വന്നിരിക്കുന്ന കേസ് പല ആളുകളും കാണാനായിട്ട് വരുള്ളൂ. കേസ് ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും ബുക്കുകൾ എഴുതിയിട്ടുള്ളതാണെങ്കിലും എല്ലാം. ഓക്കെ മാം, ഒരു സംശയമുണ്ട്. നമ്മള് പ്രൊവൈഡിങ് ആൻഡ് നോട്ടഡിങ് പറഞ്ഞൊരു ഹെഡ്ലൈൻ തുടങ്ങണില്ല, അതിൽ 4 പോയിന്റ്സ് ഇല്ലേ? 4 പോയിന്റ്, 4ാമത്തെ പോയിന്റ് ബൈ ഇൻക്ലൂഡിങ് എന്നല്ലേ? അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 4ാമത്തെ പോയിന്റ് ബൈ ഇൻഡൽജിങ് ഇൻ ഡയലോഗ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത്, ഏർപ്പെടുക, അതാണ് മീനിങ് വരുന്നത്. അതായത് അവരുമായിട്ട് സംസാരിക്കുക, ഡയലോഗ്സ് പലത്, ഏർപ്പെടുക, ഇൻഡൽജ്, അതൊരു വേർഡ് ഉണ്ട്, ഏർപ്പെടുക എന്നാണ് മീനിങ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു ആപ്പ് ഉണ്ടോ? ഒരു ഡിക്ഷണറി ഫോണിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലേ സ്റ്റോറിൽ നിന്ന്. ഏതാപ്പാണ്? വേൾഡ് വെബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്. നോക്കട്ടെ, ഇത് ചെയ്തിട്ടില്ല. ചില ക്ലാസ്സുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഏതെങ്കിലും ഒരു വേർഡിന്റെ
ആപ്പിന്റെ പേര് വേർഡ് വെബ്. ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് കിട്ടണമെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഉണ്ടാവും, പ്രൊനൗൺസിയേഷൻ ഉണ്ടാവും, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടാകും. അതുപോലെ തന്നെ ആ വേർഡ് വെച്ചിട്ടൊരു സെന്റൻസും ഉണ്ടാകും. സെന്റൻസും കൂടെ വായിക്കുമ്പോൾ നമുക്ക് ആ മീനിങ് കുറച്ചുകൂടെ ക്ലിയർ ആകും. അത് മാത്രമല്ല, നമ്മൾ ഇനി സൈക്കോളജി പാർട്ടിലൊരു ഡിഫൻസ് മെക്കാനിസം എന്നൊരു ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ടീച്ചേഴ്സ് ആരെങ്കിലും. ആ ഒരു ചാപ്റ്ററിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ ആ വേർഡ് വെബിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ വേർഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജിയിൽ അതിന്റെ മീനിങ് എന്താന്നുള്ള എക്സ്പ്ലനേഷൻ വരെയും ആ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഡേറ്റ് വേണം. പക്ഷേ ആപ്പ് നമുക്ക് വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മൊബൈൽ ഡേറ്റ, നെറ്റ്വർക്ക്, വൈഫൈ ഒന്നും വേണമെന്നില്ല. ഓഫ്ലൈനിൽ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആപ്പ് നെയിം ഒന്നുകൂടി പറയോ? കാണിച്ചു തരാം. നമുക്ക് ആ ചാപ്റ്റർ അശ്വതി മാം എടുത്തായിരുന്നു. വേർഡ് വെബ് ഡിഫൻസ് മെക്കാനിസം അല്ലേ? മെറ്റീരിയൽസിൽ 6 ചെയ്യാനുണ്ട്. 6 ചെയ്യാണ്ട് മെറ്റീരിയൽസ് ചെയ്യാൻ പറഞ്ഞില്ലേ? നേരത്തെ നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും മാം? വേണ്ട വേണ്ട, അത് വൈവ സമയത്ത് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതല്ലേ, ഓക്കെ മാം. റെക്കോർഡ്സോ മാം? റെക്കോർഡ്സും വൈവ സമയത്ത് അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ആ റെക്കോർഡ് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. റാൻഡം ആയിട്ട് ഓൺലൈൻ തന്നെ ആയിരിക്കും മാം? വൈവ ഓൺലൈൻ ആണ്, പക്ഷെ പ്രാക്ടിക്കലിന് നേരിട്ട് വരുമ്പോൾ നിങ്ങളുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ വേണമെങ്കിൽ വൈവ അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ്. മാം, ഈ പുറത്തുള്ളവർക്ക് പ്രാക്ടിക്കൽ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഓൺലൈൻ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. യുവർ 90 നെക്സ്റ്റ് വീക്ക് 17, 18, 19 ബാച്ച് കമ്പൈൻഡ് ആയിട്ട് പ്രാക്ടിക്കൽ സെഷൻ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. ടൈം അറിയിക്കും കേട്ടോ. ഓക്കെ മാം. വൈവ എന്ന് പറയുമ്പോ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കില്ലേ മാം എന്നത്? വൈവ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആയിരിക്കൂലേ? ലാസ്റ്റ് മന്ത് ആയിരിക്കൂലേ? നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ വൈവ പ്രതീക്ഷിക്കാം കേട്ടോ. എക്സാം കഴിയണമെന്നില്ല, കാരണം പ്രാക്ടിക്കൽ റിലേറ്റഡ് ആണ് വൈവ. പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ടും നേരിട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ വൈവ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്കൊരു ഓഗസ്റ്റിലൊക്കെ വൈവ ഉണ്ടാകാം. അപ്പൊ അതിനനുസരിച്ച് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിക്കോളൂ. ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് കാണും. അപ്പൊ ഷെഡ്യൂൾ ചെയ്യുക, വർക്കുകളൊക്കെ പെൻഡിങ് ആയിട്ടുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ, കാരണം എനിക്ക് 11:45 ഒരു ക്ലാസ്സിൽ കയറണം. സോ നമുക്ക് കാണാം. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മെറ്റീരിയൽസ് ചെയ്യാനുള്ളതിന്റെ ഡൗട്ട്സ്, റെക്കോർഡിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക. സൈക്കോളജിയെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ പോർഷൻസ് ഒന്ന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിച്ചിട്ട് വരിക. ആർക്കെങ്കിലും ക്ലാസ് ലീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ഓക്കെ. സോ ഓക്കെ മാം, താങ്ക് യു മാം. Thank you, ma'am. Thank you.